കളിക്കാരുടെ ശ്രദ്ധയ്ക്ക് കാലിക്കറ്റ് സിറ്റി സൈക്കേഴ്സിലെ ഈ വർഷത്തെ സെലക്ഷൻ ക്യാമ്പ് അവസാന റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് സെലക്ഷൻ കമ്മിറ്റി മുമ്പാകെ ഹാജരാകാൻ അഭ്യർത്ഥിക്കുന്നു. സെലക്ട് ചെയ്ത ഒരു പേര് ഈ ലിസ്റ്റിലുണ്ട്. വേൾഡ് കപ്പിന്റെ ടീമിനെ സെലക്ട് ചെയ്യാന്ന ഭാവം. കളിക്കുമ്പോ കിട്ടുന്നത് ചെറുനാരങ്ങയും സോഡയും ഗ്ലൂക്കോസിന്റെ പൊടിയും, കളി കഴിഞ്ഞാൽ ബീച്ച് ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ചാപ്സും. സെലക്ഷൻ കഴിഞ്ഞാലും കിട്ടാൻ പോണത് ഇതൊക്കെ തന്നെയാ. പക്ഷെ ജാട കണ്ടാല് ഡോളറിലാണ് പ്രതിഫലം തരുന്നത് തോന്നുന്നു. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു സെലക്ഷൻ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരെണ്ണത്തിന് ടീമിൽ എടുക്കില്ല കേട്ടോ. ഞാൻ പേര് വിളിക്കുന്ന ആളുകൾ ഒന്ന് മുന്നോട്ട് വരണം. ആഷിഖ് റഹ്മാൻ, ഉദയ് ബാലകൃഷ്ണൻ, വിമൽ ഗോപി, റനീഷ് അഷറഫ്, സൂരജ്, ശ്യാം, ഷൗക്കത്ത്. ഇത്രയും പേര് എ ടീമില്ല. ബി ടീമിന്റെ ലിസ്റ്റ് നാളെ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ ഇടും. എന്താ കച്ചറ കളിക്കാ? അത് ഉസ്മാൻ ഖാനോട് വേണ്ട. ഞങ്ങൾ 3 പേരെ എടുത്തിട്ടുള്ളൂ, ബാക്കി 4 പേരെ കൂടി എടുക്കണം. സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിട്ട് അതിന് അപ്പീലില്ല. അതിന് സെലക്ഷൻ മാച്ചിൽ ഞങ്ങളുടെ ടീമല്ലേ ജയിച്ചത്? മുഴുവൻ ഫൗളായിരുന്നല്ലോ. ഞങ്ങൾ 3 പേരെ എടുത്തിട്ടുണ്ട്. സൗകര്യം കളിച്ചാൽ മതി. എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ 7 ആളെ എടുക്കണം. ഇല്ല ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ കോപ്പിലെ സെലക്ഷൻ. സന്തോഷ് ട്രോഫിക്ക് കേരളത്തിന് വേണ്ടി പലതവണ കുപ്പായിട്ട് യൂസ് ബാങ്കോയ് ഈ കണാരിൽ നടത്തി പോകുന്ന ടീം കയറി പറ്റാനേ കുറച്ച് യോഗ്യത വേണം മക്കളെ. വേൾഡ് കപ്പ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മഹാന്മാരാ. ഒന്ന് നമസ്കരിക്കടാ. നമസ്കാരം. കൊള്ളാലോടാ ഷൂസ്. എവിടുന്ന് സ്കോർ ചെയ്ത്? ഏതെങ്കിലും ആമ്പിള്ളാര് വല്ല പള്ളിയുടെ അമ്പലത്തിന്റെ മുന്നിൽ അഴിച്ചു വെച്ചത് ചൂണ്ടിയതായിരിക്കും. ഷൂസ് കൊള്ളാം, പക്ഷേ നിനക്കെന്തോ ഒരു ചേരായിക. ഓടാവിടുന്നു. എവിടെ നൊപ്പിച്ചടാ? സിറ്റിയിലെ ഷോപ്പിംഗ് മോളില് ഒരു പൊളിപ്പൻ ഷൂ കട തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മുതലാളി എന്റെ ഫ്രണ്ടാ. അതേതാ? ഞങ്ങളറിയാണ്ട് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ഗൾഫുകാരൻ. അയാളെ ഞാൻ സോപ്പിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണ്ടാരോടെങ്കിലും ഡിസ്കൗണ്ട് ആടാ. സംഗതി ആവുന്നല്ല, ആ കടയിൽ ഒരു സെയിൽസ് ഗേൾ ഉണ്ട്, ഗൗരി. ഇവ കുറച്ച് ദിവസമായിട്ട് അവളുടെ പിന്നാലെയാ. ഇതിന്റെ പേരില ഇല്ലാത്ത കാശുണ്ടാക്കിയിട്ടുള്ള ഷൂ കച്ചവടം. പോടാ കുശുമ്പ. അവളുടെ ആങ്ങളൊരു കുപ്പിച്ചില്ല, കാശിന് തല്ലാൻ നടക്കണ ഒരുത്തൻ. ആ ബേപ്പൂർ ശ്രീധരന്റെ ഗാങ്ങാ. അവനെങ്ങാനും പറഞ്ഞ അന്ന് തീരും ഇവന്റെ ഷൂ പ്രേമം. ആണോടാ? നീ പേടിക്കണ്ട, നാളെ എന്റെ 3ാമത്തെ സാലറി ഡേറ്റാ. ഇക്കുറി കാശൊന്നും വീട്ടിൽ തരില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ഷൂസ് അത് ഈ മാസത്തെ ബജറ്റിലുള്ളതാ. നിനക്ക് വേണ്ടി നമ്മൾ അത് അവളുടെ കടയിൽ തന്നെ വാങ്ങും. ഓരോരുത്തരും 3ാമത്തെ സാലറി എണ്ണി തുടങ്ങി. കാണിച്ചു തരാടാ. എന്റെ ഈ സെമിസ്റ്റർ കൂടി കഴിഞ്ഞ മൈക്രോസോഫ്റ്റിലെ സായിപ്പേ ക്യാമ്പസിൽ നേരിട്ട് വന്ന് എന്നെ കൊത്തിക്കൊണ്ട് പോടാ. മനുഷ്യനോട് തരക്കേടില്ലാത്തൊരു ഡിഗ്രി കഴിഞ്ഞ് 18ാമത്തെ ഇന്റർവ്യൂ കൊടുത്തിട്ട് പച്ച കത്തിയില്ല. അപ്പോഴാ പരീക്ഷ പോലും പാസ്സായിട്ടുള്ള മൈക്രോസോഫ്റ്റ്. നീയൊക്കെ പരീക്ഷ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു നടന്നടാ. കാശ് ഉണ്ടാക്കണമെങ്കിൽ മേലാണെങ്കിൽ പണിയെടുക്കണം. അതിന് തയ്യാറാണെങ്കിൽ എന്റെ ഒപ്പം കുടിക്കും. പിന്നെ നിന്റെ അച്ഛന്റെ വർഷം കരിയോലി മുങ്ങിട്ടുള്ള പണിയല്ലേ? എന്താണ്ടാ ഒരു പുച്ഛം? വൈകിട്ട് പണി മാറ്റി കയ്യിൽ കാശ് കിട്ടുമ്പോഴേ അതിന് ഡീസലിന്റെ ഓയിലിന്റെ ഒമണുണ്ടെന്ന് ആരും നോക്കാറില്ല. അതിന് നിന്റെ അച്ഛൻ നിന്നെ കൊണ്ട് കാശ് കൂട്ടി തൊടിക്കാറില്ലല്ലോ. കാശ് അച്ഛൻ തന്നെ കൈകാര്യം ചെയ്തോട്ടെ, പക്ഷെ വീട്ടിലത്തെ കാര്യം അത് നമ്മൾ നോക്കണ്ടല്ലോ. എനിക്ക് വട്ടച്ചലനങ്ങളൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. അയ്യോ, 6:30 ചാമ്പ്യൻസ് ലീഗിന്റെ ലൈവ് ഉള്ളതാ ESPN. സമയം എത്രയാ ശ്യാമേ? നിന്റെ വാച്ച് എന്തിടാ? അത് ഷൂസ് വാങ്ങാൻ വേണ്ടി വാച്ച് കിട്ടൂലേ? അവള് വല്ല ജ്വല്ലറി ഷോപ്പിലാവാത്ത നന്നായി, ഇല്ലെങ്കിൽ കിഡ്നി ഒരു വിൽക്കുമായിരുന്നു. അവളെ കിട്ടാൻ വേണ്ടി വന്ന ഞാൻ എന്നെ തന്നെ വിൽക്കുവടാ. എന്താണ് ഫിഫയുടെ നേതാക്കന്മാര് ഈ പാവങ്ങളുടെ ഗ്രൗണ്ടില്? ഈ ഗ്രൗണ്ടിലല്ലേ ഞങ്ങളും കളിച്ചു വളർന്നത്. നിങ്ങൾ ടീമിലേക്ക് ആളെ എടുക്കാനുള്ള വേൾഡ് ടൂറിലാണെന്ന് കേട്ടല്ലോ. യുണൈറ്റഡിന്റെ, മാഞ്ചസ്റ്ററിന്റെ, ലിവർപൂളിന്റെ ഒക്കെ കളിക്കാരെ കച്ചവടമാക്കി ഇത്രയും വേഗം തിരിച്ചെത്തിയോ? കാലുമ കഴിയുള്ള ചുള്ളന്മാരെ അന്വേഷിച്ച് നമ്മൾ പലയിടത്തും പോയിന്ന് വരും. ഓഹോ, എങ്കി ഇപ്പൊ എന്താ ഇങ്ങോട്ട്? അറക്കാനാണോ വളർത്താനാണോ എന്നറിയാണ്ട് കൊക്കോന്ന് പറഞ്ഞു കൊത്താൻ വരല്ലേ പായ. നിങ്ങൾ കാര്യം പറ കോയക്ക. ഇന്നലെ കണ്ണൂർ ഫൈറ്റേഴ്സ് ആയിട്ടായിരുന്നു കളി. ഫൈനലായിരുന്നു. 11ാം നമ്പർ ജേഴ്സിയാണ് സുധീർ. കളി നമ്മൾ ഡ്രോ ആയി. പരിക്ക് പറ്റിയ കളിക്കാർക്ക് പകരം ഇന്ന് നിങ്ങൾക്ക് 3-4 പേർക്ക് ഇറങ്ങാം.
വേറൊന്നുമല്ല, ഇത് കളി ഫൈനൽ ആയതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഞങ്ങള് 3-4 പേരായിട്ട് ഇറങ്ങൂലെന്നോ നിങ്ങൾക്കറിയാലോ. വേണ്ട, നിങ്ങൾ 7 പേരും കൂടി ഇറങ്ങിക്കാം. നിങ്ങൾ 7 കൂടി ആവുമ്പോൾ നല്ല കോർഡിനേഷനും ഉണ്ടാവും. കുറെ കാലമായാലും നിങ്ങൾ നമ്മളോട് അന്വേഷിക്കണേ. ഏതായാലും ഇന്ന് അത് സാധിപ്പിച്ചു തരാൻ തീരുമാനിച്ച്. എന്താ കാണാരാ? വാസ്തവം. ഉറപ്പിക്കാൻ പറ്റേ ആദ്യം റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യണ്ടേ? അതെ. സ്ട്രൈക്കേഴ്സിന് സെലക്ഷൻ കിട്ടാന്ന് തന്നെ അതൊരു റെമ്യൂണറേഷൻ അല്ലേ? നമ്മളെ ടീം കളിച്ച് തുടങ്ങിയവരാ പിന്നെ കേരളത്തിനും ഇന്ത്യക്കും വേണ്ടി കുപ്പായിട്ടെ. ആ കഥ കുറെ കേട്ടതല്ലേ. ഇപ്പൊ നിങ്ങൾ അത്യാവശ്യക്കാര്, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ആദ്യമേ പറയണം. പൊര കത്തുമ്പോഴല്ലേ വാഴ വെട്ടാൻ പറ്റൂ. വെട്ട് ആട്ടെ, എന്താ ഡിമാൻഡ്? അത്ര വലിയ ഡിമാൻഡ് ഒന്നുമില്ല. ഓരോ ജോഡി സ്പോർട്സ് ഷൂ ഞങ്ങൾ പറയണ ബ്രാൻഡിലും, ഓരോ ഷർട്ടും പാന്റും, പിന്നെ ഒരു $1000 പോക്കറ്റ് മണിയും. ഇതിലും ഭേദം ലിവർപൂളും മാഞ്ചസ്റ്ററും ഒക്കെ തന്നെ. വേണ്ട, ബാർഗനിങ് ഒന്നും വേണ്ട. റെഡിയാണെ കൈയടിക്ക്. ഹായ്. അരവിന്ദൻ. ഐ എം ലയണൽ മെസ്സി. Come again? ലയണൽ മെസ്സി. ക്രിസ്ത്യാനോ റൊണാൾഡോ. റോബർട്ടോ കാർലോസ്. പീറ്റർ ചെക്ക്. സിനറ്റൻ സിദാൻ. സാവി. ഡേവിഡ് വിയ. So, it's a dream team. Ronaldo, Zidane, Messi. എന്താടാ, ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ നിനക്കൊക്കെ ഒരു ആക്കിയ കളി? കളിക്കാൻ അറിയാമെങ്കിൽ അത് ഗ്രൗണ്ടിൽ കാണണം. മനസ്സിലായടാ കളിയാടി മക്കളെ. എനിവേ, both the teams, all the best.